പ്രിയരെ, 35 വർഷം പഴക്കമുള്ള തീന്മേശയിലെ ദുരന്തം എന്ന നാടകം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ചേരിയിൽ നിന്നും 2 കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി ജീവിത സ്വർഗങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു മുതലാളി. ആ മുതലാളിയുടെ തമാശയിൽ 2 സഹോദരങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ദുരന്ത കഥയുടെ ആവിഷ്കാരം. ജീവിത പ്രതിസന്ധികളിലും വിധേയത്വം കൈവിടാത്ത 2 സഹോദരങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരന്ത കഥ ഇവിടെ തുടങ്ങുന്നു. തീന്മേശയിലെ ദുരന്തം. സമയം പോയി. ഓക്കേ ഓക്കേ ബൈ റെഡി. ഇതാണ് ഇത്ര നേരം നീ അവിടെ കിടന്ന് തകർത്ത്. ഇന്ന് ഉച്ച ഭക്ഷണത്തിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്കായിരിക്കും. അത്ര ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ ബൈ. ഹലോ. ആ സർ, എല്ലാം റെഡി ആയിട്ടിരിക്കണോ? ഓക്കെ. പേടിയില്ല സർ. എന്താ അവിടെ ഒരു രഹസ്യം? ഹലോ, എന്താ ഒരു രഹസ്യം? നീ എന്ത് വിറക്കണേ? നീ വിറക്കണ്ടല്ല. എന്താണ് മോനെ പ്രശ്നം? നീ കാര്യം പറ. കാര്യം പറഞ്ഞാലേ എനിക്ക് അറിയുള്ളൂ. ഇത്ര വർഷം നമ്മൾ ജീവിച്ചിട്ട് എന്തെങ്കിലും രഹസ്യമുണ്ടോ? എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞിട്ടില്ലേ? എന്ത് പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിട്ടില്ലേ? പിന്നെ അത് ഇപ്പോൾ രഹസ്യം. മുതലാളി നിന്നോട് പറഞ്ഞുകൂടാൻ തീരുമാനിച്ചു. അത് എന്നെ പറഞ്ഞുകൂടാൻ തീരുമാനിച്ചു. ഒന്ന് ഞാൻ പറയാം, നമ്മൾ ഒന്നിച്ച് ഇവിടുന്ന് പോകും. ഒറ്റക്കല്ല, നമ്മൾ രണ്ടും ഒന്നിച്ച് ഇവിടുന്ന് ഇറങ്ങും. പക്ഷെ മുതലാളി ഒരിക്കലും നമ്മളോട് അങ്ങനെ ചെയ്യില്ല. അങ്ങനൊരു തീരുമാനം മുതലാളിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ജീവനാണ് മുതലാളി. നമുക്കും ജീവനല്ലേ മുതലാളി? നമുക്ക് ചേരിയിൽ നിന്ന് നമ്മളെ പൊക്കിയെടുത്ത് സ്വർഗം കാണിച്ചു തന്നില്ലേ? സ്വപ്നങ്ങൾ തന്നില്ലേ? ജീവിതം തന്നില്ലേ? ഒരിക്കലും മുതലാളി നമ്മളോട് അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? പിന്നെ ഭക്ഷണ കാര്യം. മുതലാളിക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടില്ലേ? എന്തുള്ള പക്ഷികള്, മരംപാമ്പ്, കീരി, തവള, എന്ത് വേണമെങ്കിലും നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടില്ലേ? അതിനൊന്നും ഒരു കുറവും നമ്മൾ വരുത്തിയില്ല. പിന്നെ എന്താണ് ഈ രഹസ്യം? നീ പറഞ്ഞ് തൊലക്ക. നീ ആകെ ടെൻഷൻ അടിക്കണല്ലോ ഭഗവാൻ. എന്താണിത്? അതൊന്നും അല്ല. എനിക്ക് പറയാൻ പറ്റില്ല ഭായി. ഞാനിത് എങ്ങനെ പറയും ഭഗവാനെ? എടാ മോനെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ. നമ്മൾ രണ്ടും ഒന്നിച്ചാൽ തീരാത്ത പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം നമ്മൾ ഒന്നിച്ച് സോൾവ് ചെയ്തിട്ടില്ലേ? പിന്നെ എന്താ ഈ ഒരു പ്രശ്നം? നീ തുറന്നു പറഞ്ഞാൽ ഞാൻ അറിയോ? പ്ലീസ് നീ പറയേ. നീ എന്ത് വേണ്ട സ്പെഷ്യൽ വിഭവം മനുഷ്യമാംസം. മുതലാളി മനുഷ്യമാംസം. ആരെങ്കിലും മനുഷ്യൻ തിന്നോടെ? നിന്റെ തമാശ മുതലാളി തമാശ വേറെ. അതെ
മാംസം, ഇത് സത്യം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. തെങ്ങുംതോപ്പിൽ പണിക്ക് വന്ന ആരെങ്കിലും ഒരുത്തരം നമുക്ക് തട്ടാം. അല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചക്കാരെ ഒക്കെ എടുത്ത് നമുക്ക് പത്താഴപ്പുഴയിട്ട് തട്ടാം. നമ്മൾ വിചാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നമില്ല. അങ്ങനെ പോരെ. മാംസമായി കഴിഞ്ഞാൽ മുതലാളി എന്തറിയുന്നു? മുളകും കൂടി പരത്തി കഴിഞ്ഞാൽ ഇതൊന്നും അറിയില്ല. അതല്ല മായ. മുതലാളിക്ക് വേണ്ട മനുഷ്യ മാംസം നമ്മളിൽ രണ്ടിൽ ഒരാളുടെ കഴിക്കണം. അത് നമ്മളോട് തീരുമാനിക്കാൻ പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ഭക്ഷണത്തിന് മാംസം വേണം. മനുഷ്യമാംസമോ? നമ്മുടെ മുതലാളി അത് ഭക്ഷിക്കുവോ? പിന്നെ എന്തിനു നമ്മളെ ഈ ചേരിയിൽ നിന്ന് രക്ഷപ്പെടുത്തി വലുതാക്കി സ്വർഗം കാണിച്ചു തന്നു, ജീവിതം തന്നു, സ്വപ്നങ്ങൾ തന്നു? ഭഗവാൻ എന്തിനെങ്കിലും ഒരു സൃഷ്ടി ഞങ്ങൾക്ക് തന്നു? എനിക്ക് പേടിയാവുന്നു, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരാൾ മരിക്കണം. നമ്മളൊരാൾ മരിച്ചേ പറ്റൂ. അതെ, മരിച്ചേ പറ്റൂ. ഒന്നുകിൽ നീ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാം. നിന്നെ കൊണ്ട് അതിന് സാധിക്കുമോ? എന്നെ കൊണ്ട് അതിന് സാധിക്കുമോ? എന്തായാലും അത് നടപ്പാക്കി പറ്റൂ. ഉടനെ നടപ്പാക്കണം. പക്ഷേ നമ്മൾ ആരെയാണ് മാംസമാക്കാൻ തീരുമാനിക്കേണ്ടത്? അതെങ്ങനെ തീരുമാനിക്കും? എനിക്കൊരു ഐഡിയ. പൈസ തീരുമാനിക്കില്ലേ? പൈസ ഇടാം, ഹെഡും ടൈലും ഇടാം. അപ്പോൾ നമുക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കണ്ട. പക്ഷേ ഞാനാണ് മരിക്കുന്നതെങ്കിൽ എന്റെ പെങ്ങൾക്ക് ആരുണ്ടാവും? അവൾ അനാഥായെന്നറിഞ്ഞാൽ, ഞാനില്ലെന്നറിഞ്ഞാൽ കഴുകമ്പർ പിച്ച ചെയ്തു അവൾ. ഭഗവാൻ എന്തിനീ ജീവിതം ഞങ്ങൾക്ക് തന്നു? എന്റെ കാര്യമാണെങ്കിലോ, ജനിച്ച അന്ന് മുതൽ മകന്റെ രൂപം അമ്മ കണ്ടിട്ടില്ല. ഇത്രയും നാൾ എന്റെ അമ്മ എന്നെ കണ്ടിട്ടില്ല. അമ്മയുടെ കാഴ്ച മുതലാളി കാശ് മുടക്കി അടുത്ത മാസം ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ അമ്മക്ക് കാഴ്ച കിട്ടും. പക്ഷെ കാഴ്ച കിട്ടിയാൽ ഞാനാണ് മരിക്കണമെങ്കിൽ, ഞാനാണ് മരിക്കേണ്ടി വരുന്നെങ്കിൽ അമ്മയുടെ ആഗ്രഹം ഒരിക്കലും സാധിക്കില്ല. കാഴ്ച കിട്ടിയതല്ല.
വേഗം ആവട്ടെ, വേഗം ആവട്ടെ. ഓക്കെ, ഞാൻ ഹെഡി, നീ ടൈം. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ലില്ല, ഓക്കെ, എല്ലാം നിന്റെ ഇഷ്ടമാണല്ലോ മുന്നിൽ. ഓക്കെ, നീ ഹെഡി, ഞാൻ ടൈം. ഓക്കെ, നീ 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 ഹെഡി, ഞാൻ നിന്നെ കൊല്ലണം. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഹെഡായി പോണത്. പക്ഷെ നിന്റെ തീരുമാനം ഇതാണ് വിധി. എനിക്ക് സഹിക്കാൻ പറ്റും. എന്റെ ചക്കര ഞാൻ അങ്ങനെ കൊല്ലും. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നുന്നു. നീ കത്തെടുക്കൂ, വേഗം ആവട്ടെ, വേഗം ആവട്ടെ, വേഗം 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 ആവട്ടെ, വേഗം വേഗം ആവട്ടെ. വേഗം ആവട്ടെ, വേഗം ആവട്ടെ. മോനെ, ഞാനാണ് മരിക്കേണ്ടത്. ഞാൻ മരിച്ചെങ്കിൽ എല്ലാം നേരെയായത്. നിന്റെ അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കാഴ്ച കിട്ടുമ്പോൾ നിന്റെ കെട്ടിപ്പിടുത്തവും ഉമ്മവക്കലും അമ്മക്ക് ആശ്വാസമായിരുന്നു. ഇത് നിന്റെ അമ്മയെ എങ്ങനെ ഞാൻ സമാധാനിപ്പിക്കും? എന്ത് മറുപടി പറയും? എന്ത് ആശ്വാസം കൊടുക്കും? പിന്നെ നീ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തരാമോ? എന്റെ പെങ്ങൾ അനാഥയാകില്ലായിരുന്നു. എന്റെ ഒരു സ്വപ്നമായിരുന്നു അത്. എല്ലാം നീ കാരണം, നിന്റെ തീരുമാനത്തിൽ എല്ലാം മാറ്റിമറിച്ചു. എല്ലാം നീ തകർന്നു. എനിക്കിതൊന്നും കേൾക്കണ്ട. ഇതാണ് വിധിയുടെ നിയോഗം. ഇത് നടന്നേ തീരും. ഇത് സംഭവിക്കണം, ഇത് സംഭവിക്കണം, ഇത് സംഭവിക്കണം. എന്നെ കൊണ്ടോ പ്ലീസ്, പ്ലീസ്. ഒരു കാര്യം മതി, കുത്തുമ്പോ ഒറ്റ കുത്തിരി പോകണം. എന്തേ അല്ലെങ്കിൽ നീ പറഞ്ഞു ചോര കണ്ട
അവരുടെ ബോധം പോകുന്നത് നീ ഒരു മാറ്റം പോലും കൊള്ളാതെ നീ നിന്നെ കൂടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടി, അമ്മയുടെ കാഴ്ച കിട്ടി. എന്നെ അന്വേഷിക്കുമ്പോ എനിക്ക് പകരം ഞാൻ നീയാവണം. നീ മാത്രം എന്റെ ചങ്കില് എന്റെ അമ്മയുടെ മുട്ടാനും അത് നീയാവണം. എന്റെ ഇനി വേണോട്ട് കൊണ്ടു കൊണ്ടു. ഹലോ സർ, ഹലോ. ഓക്കെ സാർ, ഞാൻ അവനെ കൊന്നു. അതെ, ഇനി ഉണക്ക് പറ്റിയാ മതി സാർ. എല്ലാം ഓക്കെ ഓക്കെ സാർ. സാർ നിന്നെ കൊന്നേനെ മുതലാളി എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ മൈ ബോയ്. എന്റെ ചങ്കിനെ കൊന്നേന് വെൽ ഡൺ മൈ ബോയ്. തമാശ മുതലാളിയുടെ തമാശ, മുതലാളിയുടെ തമാശ പോലെ വെള്ളാടിച്ച് ബോധം പോയപ്പോഴുള്ള ഒരു തമാശ, മുതലാളിമാരുടെ തമാശ. പക്ഷെ നമ്മുടെ ജീവിതം കളഞ്ഞില്ലേ, നമ്മുടെ സ്വപ്നങ്ങൾ തകർത്ത്, നമ്മുടെ കുടുംബങ്ങൾ എല്ലാം തകർത്ത് മുതലാളിയുടെ തമാശ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? എന്റെ ചങ്കിനെ കൊന്നിട്ട് ഇനി ഞാൻ എന്തിനു ജീവിക്കണം? പക്ഷെ എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്റെ ചങ്കിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എനിക്ക് ജീവിച്ചേ പറ്റൂ. ഇത് ഒരു അടയാളപ്പെടുത്തലാണ്. മനുഷ്യരുള്ള കാലം മുതൽ തുടങ്ങിയ മുതലാളി തൊഴിലാളി ബന്ധങ്ങളിൽ ഇത്തരം ക്രൂര തമാശകൾ നാടും വീടും ലോകവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്നും ഇന്നും എപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും.